ഉപരി ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കാശുകാരനാവണം. എനിക്ക് പണിയെടുക്കണ്ട, ഇതിങ്ങനെ ഒരു ഗെയിം കളിച്ചാൽ എനിക്ക് കാശ് കിട്ടും. എന്നാ പിന്നെ ഞാൻ ഗെയിം കളിച്ചാൽ മതി, ഞാൻ പണിക്ക് പോകുന്നത് എന്തിനാ? അങ്ങനെ ആൾക്കാർ ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ശരിയാണ്, ഈ പറഞ്ഞ പോലെ ജോലി ഇല്ല. ഈ പറഞ്ഞ ഈ സാഹചര്യത്തെയും ഈ ആൾക്കാരുടെ മെന്റൽ ചിന്താഗതിയും ഇവർ ചൂഷണം ചെയ്യുക ചെയ്യുന്നത്. അവരത് ബിസിനസ് ആക്കി എടുക്കുക. അത് ബിസിനസ് ആയിട്ട് എടുക്കുന്ന. അതിന്റെ അകത്ത് ഒരു സംഭവം ഉണ്ട്. ആദ്യം ഒരു 4-5 കളി കളിച്ചു, കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഗ്യാംബ്ലിംഗ് ആണ്. ഗ്യാംബ്ലിങ്ങിന്റെ മെന്റാലിറ്റി വ്യത്യാസം. നീ നമ്മൾ പറയുന്ന സാധനം ഇവിടെ ലൈവായിട്ട് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ അത്ര ഇതിലുള്ള ആൾക്കാരല്ല നമ്മുടെ നാട്ടിൽ. ഇത് കേട്ട് കഴിഞ്ഞാൽ 50 രൂപയ്ക്കും വെച്ചിട്ട് 100 രൂപ കിട്ടുന്ന കളി കളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് ഇതിനൊരു അഡിഷൻ ഉണ്ടായി. പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യമാണ്, കൂടുതൽ സാധാരണക്കാരാണ്. അല്ല അതുമല്ല ഇവിടെ 10 പൗണ്ട് 20 പൗണ്ട് വെച്ച് കളിക്കുന്നവരാ 10 പൗണ്ട് 20 പൗണ്ട് പോയാൽ അങ്ങനെ പ്രശ്നമില്ല. നാട്ടിൽ അങ്ങനല്ല. നാട്ടിൽ ഒരാൾക്ക് കിട്ടുന്ന 1000 രൂപയായിരിക്കും ഒരു ദിവസം. ബേസിക് ഒരു വേജ്, ഏറ്റവും മിനിമം അല്ലെ, ഏറ്റവും